ഇല്ലല്ലോ, ഞാനിവിടെ ആദ്യമായിട്ടല്ലേ കളിക്കാൻ വരണം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാവാൻ എനിക്ക്? പ്രേതബാധ പിടിച്ച വീടാണ്. ആ ഒരു ഫുട്ബോൾ എടുക്കാൻ മാത്രമല്ലേ പോണുള്ളൂ. അതെ, അതൊക്കെ റിസ്ക് ആണ്. റിസ്ക് ഒക്കെ എനിക്ക് റസ്ക് തിന്നുന്ന മാറിയ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോവാ, നീ പോന്നാ. അവനെന്താ പറ്റുക? ദൈവത്തിനല്ല. നമ്മൾ കുറെ ശ്രമിച്ചല്ലേ അവനെ വിടാതിരിക്കാൻ. അവൻ തന്നെ എന്നെ കുട്ടിന്ന് പറഞ്ഞ് ആശ്വസിക്കാം. എനിക്ക് തോന്നുന്നു അർജന്റീന സ്പെയിനിന് ചാൻസ് ഉണ്ട്. സ്പെയിനിനുള്ള സ്ക്വാഡ് ഉണ്ട്. എനിക്ക് ഇതിന്റെ ഉള്ളിലൊരു സ്ത്രീന്റെ കരയണ ഒച്ച പോയി നോക്കിയാലോ? നോക്കണ്ടേ? പക്ഷെ ഇതിനകത്ത് കേറാൻ പേടിയാണ്. എന്തൊക്കെ ഉണ്ട് ഇതൊക്കെ പറയുന്നു. നമുക്ക് എന്നാലും ആരെങ്കിലും എന്താ പറയാ, അവർക്ക് വല്ലതും പറ്റിയില്ലെങ്കിലോ? അല്ല, ഞാനില്ല. എന്ത് ശബ്ദം കേട്ട്? ഞാനൊരു വീങ്ങനെ ശബ്ദം കേട്ടു, കരയുടെ ശബ്ദം കേട്ടു. ഞാനില്ല. നമുക്ക് പോവാ. പന്ത് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു പന്ത് കിട്ടിയതല്ലേ നമുക്ക്. പന്ത് കിട്ടി എന്നാലും കുഴപ്പമില്ല. എന്റെ അമ്മ നമുക്ക് പറയാറുണ്ട് ആൾക്കാരുടെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ നമ്മള് സ്ഥലമല്ല ഇത്. ഒരു കാര്യം ചെയ്യാം, മുകളിലൊന്നും പോണ്ട, ഇവിടെ ലിവിംഗ് റൂമിലൊന്നും പോയി നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ജീവൻ ഞാൻ പോവുക. ഞാനില്ല. നമുക്കെങ്കിലും ഒന്ന് പോവാം. അച്ഛനെ ഉണ്ടോ? നിങ്ങള് പോയിക്കോ. അല്ല, ഞാനുണ്ട്. എന്നോട് ഉച്ചക്കാക്കി പോവല്ലേ? ഞാനുണ്ട്. എടാ വേണം, ഒരു പ്രാവശ്യം കൂടി ആലോചിച്ചിട്ട് പോരെ. അയ്യോ, ഇതാണ് അപ്പുറത്തെ വീട്. വീട്ടിലെ മുള്ളു പോയി നോക്കാം. നമുക്ക് എന്തായാലും മുള്ളു പോകണം. ഞാനും ഇവിടെ നമുക്ക് കുറച്ച് ശബ്ദം വരുന്നുണ്ട് അല്ലേ? കേട്ടോ, അത് നമ്മൾ അടിയിലുണ്ട്. അവിടെ കുറ്റിയില്. ഭാഗ്യം ബോൾ എടുക്കാൻ
നമുക്ക് എന്തായാലും പോവാം. ഇനി എന്തായാലും കളിക്കാനൊന്നും പറ്റില്ല. രാത്രി വീട്ടിൽ പോവാം. എന്ത് ഓർമ്മയില്ല. നോട്ടിഫിക്കേഷൻ വന്നു എന്തോ. മനസ്സിലാവുള്ളത് ഞാൻ ഈ വീട്ടിൽ എന്തിനാ വന്നിരിക്കുന്നത്? എന്താ പറ്റിയ? നമ്മളെന്താ മരിച്ചോ?